ഒന്നും പറയാനുള്ള അടിപൊളി പൂളാണ്. നമ്മൾ ഇങ്ങനെ കൂടെ ഇങ്ങനെ ശരിക്കും ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊളി മൂടെന്ന് പറഞ്ഞാണല്ലോ, സൂപ്പർ വൈബാണ്. ഈ ട്രീ ഹൗസിൻ്റെ ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് കണ്ടോ, ഇത് കണ്ടോ, ഇത് ഫുള്ള് ഏലത്തോട്ടങ്ങളാണ്. നോക്കിയേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് നമ്മുടെ മാർമല വെള്ളച്ചാട്ടം അവിടെ നിന്നാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വണ്ടൻമേട്ടിലുള്ള സ്പൈസസ് ലാബ് റിസോർട്ടിലേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വാഗമണ്ണ് എത്താറായിട്ടുണ്ട്. ഇനിയൊരു 5 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ നമ്മൾ വാഗമണ്ണ് എത്തും. വാഗമണ്ണ് അവിടെ നിന്ന് നമ്മൾ ഏലപ്പാറ, കട്ടപ്പന നേരെ നമ്മൾ റിസോർട്ടിലേക്കാണ്. നമ്മൾ ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വാഗമണ്ണിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇത് നമ്മുടെ ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ആ ഒരു സ്ഥലമാണ്. നമ്മളങ്ങനെ ഇത് കണ്ട വാഗമണ്ണ് മൊട്ടക്കുന്നിൻ്റെ ആ ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോഴും ഓപ്പൺ ആണ്, എന്നാലും കുറേ കടകളൊക്കെ ഇപ്പോഴും ഇവിടെ അടഞ്ഞ് തന്നെ കിടക്കും കേട്ടോ. ടൂറിസത്തെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ ഈ ഒരു കോവിഡിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ശരിക്കും ടൂറിസത്തെ ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സഞ്ചാരികൾ എത്തേണ്ട ഒരു ടൈമാണ് ഇതെന്ന് പറഞ്ഞാൽ. പിന്നെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റാണ്, നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ കട്ടപ്പന പോകുന്ന വഴിയാണ്. ഇവിടുത്തെ റോഡെന്ന് പറഞ്ഞാലല്ല, സൂപ്പർ റോഡാണ് കേട്ടോ. അതെ നോക്കിക്കേ, ഇതിൻ്റെ 2 സൈഡിലും ഒരുപാട് തേയിലത്തോട്ടങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്കത്തൊക്കെ റോഡ് എന്ന് പറഞ്ഞാൽ നല്ല ഗംഭീര വഴിയാണ്. നമ്മൾ പിന്നെ ആ കാണുന്നതെന്ന് പറഞ്ഞാൽ പഴയ ഒരു തേയില ഫാക്ടറിയാണ് ആ കാണുന്നതെന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ ഉപ്പുതറ ചപ്പാത്ത്. നമ്മുടെ പ്രളയത്തിൻ്റെയൊക്കെ സമയത്ത് ശരിക്കും വെള്ളം കയറിയ ഒരു സ്ഥലമായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ. ഇവിടുന്ന് നമ്മളിന്ന് നേരെ കട്ടപ്പന കയറും. കട്ടപ്പനയിൽ നിന്നാണ് നമുക്ക് സ്പൈസസ് ലാബിലേക്ക് പോകേണ്ടത്. നമ്മുടെ സ്പൈസ് ലാബ് റിസോർട്ടിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇനി ഒരു 2 കിലോമീറ്റർ കൂടെ പോയാൽ മതി. അപ്പോൾ നമ്മൾ ഈ വന്ന വഴിക്ക് 2 സൈഡിലും ഫുള്ള് ഏലത്തോട്ടങ്ങളാണ്. അതെ, സ്പൈസ് ലാബിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ സ്പൈസസ് ലാബിൻ്റെ കവാടം. നേരെ മേളിലേക്ക് കയറി പോകുമ്പോൾ ആദ്യം ഒരു റിസപ്ഷൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. റൈറ്റിലേക്ക് കേട്ടോ. ഇപ്പോൾ സമയം രാവിലെ 8:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഏകദേശം ഒരു വൈകിട്ട് ഒരു 4:30 മണിയായി. അപ്പോൾ അത് കഴിഞ്ഞ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്ന് ഓർത്തെങ്കിൽ നമുക്ക് പറ്റിയില്ല, കാരണം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നേരെ വന്ന് നമ്മൾ വൈകിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതേ. അപ്പോൾ വീണ്ടും നമ്മൾ രാവിലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പഴമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ശരിക്കും ഈ ഒരു എന്താ പറയുക ട്രഡീഷണലായിട്ട് ഒരു ദിവസമൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് ഈ ഒരു സ്പൈസസ് ലാബ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹെറിറ്റേജ് പ്രീമിയം വില്ലയുണ്ട്, പിന്നെ ഹെറിറ്റേജ് ഡീലക്സ് ഉണ്ട്, പിന്നെ ഒരു ജാക്കൂസി വില്ലയുണ്ട്, ട്രീ ഹൗസ് ഉണ്ട്, പിന്നെ നമ്മൾ താമസിക്കുന്ന ഇതാണോ, ഇതൊരു ഗാർഡൻ വില്ലയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതിൻ്റെ
തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലെ പഴയ കുറേ തറവാടുകൾ പൊളിച്ചു കൊണ്ടുവന്ന് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് താമസിക്കാം. നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ പതുക്കെ ഒന്ന് ചാറ് നിൽക്കുന്നേ ഉള്ളൂ. എന്നാലും രാവിലെ നല്ല കോടയായിരുന്നു. രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും നല്ല കോടയായിരുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് കറങ്ങി വരാം കേട്ടോ. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞതേ ഇതൊക്കെ ചെറിയ ഓറഞ്ച് ഉണ്ടായി കിടക്കുന്ന ചെടികളാണ്. നല്ല ചെറിയ ഓറഞ്ച് പുളിയുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ആദ്യം വന്ന് കയറുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ തട്ടായിട്ടാണ് ശരിക്കും ഇവിടുത്തെ ഈ കോട്ടേജുകളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ പൂള്. ഇതാണ് ഇവിടുത്തെ പൂള്. ഇവിടെ ഒരു ഇവിടെ നമുക്ക് കുട്ടികൾക്ക് ഇറങ്ങാനുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാം. നല്ലൊരു രസമാട്ടോ ഇവിടെ. കാരണം ഇതിൻ്റെ ചുറ്റും ഇതിൻ്റെ നേരെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ കുറേ കൃഷിയുണ്ട്. സ്പൈസസിൻ്റെ കുറേ കൃഷി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാറ് വരുവാണെങ്കിൽ നമുക്ക് താഴെ നമുക്ക് റിസപ്ഷൻ്റെ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ ഉണ്ടോ, ഇവിടെ നമുക്ക് വണ്ടി ഇടാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ കോട്ടേജുകളാണ് ഇവിടുത്തെ. ഇതൊക്കെ ഗാർഡൻ വില്ലയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ ചോട്ടിൽ വൈകിട്ടും ഒക്കെ വന്ന് ഇങ്ങനെ നമുക്ക് ഇരിക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏതാ ക്യാമ്പ് ഫയറൊക്കെ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു സെറ്റപ്പാണ് ഇതെന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഗ്രൗണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഊഞ്ഞാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാഡ്മിൻ്റന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നേരെ മേലോട്ട് കയറുന്ന വഴിയാണ്. ഇനി നമുക്കിതിൻ്റെ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ട്രീ ഹൗസ് ഉണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. ഇത് മേളിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ട്രീ ഹൗസ് ഉണ്ട്. ആ കാണുന്നതാണ് ട്രീ ഹൗസ്. ഇപ്പം തന്നെ ഇങ്ങനെ കോട ഇങ്ങനെ ശരിക്കും ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊളി മൂടെന്ന് പറഞ്ഞാണല്ലോ, സൂപ്പർ വൈബാട്ടാ. ഇതാണ് നമ്മുടെ ട്രീ ഹൗസ്. എങ്ങനെയാണ്ടാ നോക്കിയേ കണ്ടോ. ഇതുപോലുള്ളൊരു ചെറിയൊരു വഴിയുണ്ട്. ആ വഴിക്കൂടെ നേരെ മേളിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ട്രീ ഹൗസ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ, എല്ലാം ഒരു പഴമയുടെ ടച്ചാണ് അല്ലേ. ഈ പഴമ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടും. അതെ, അതാണ്. അതായത് ഇത് കണ്ടോ, ഇതെല്ലാം ഒരു പഴയ സ്റ്റൈലിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ലാമ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നുണ്ടോ, കയറൊക്കെ കെട്ടി. ഇതിന് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷേ പഴമയും അതുപോലെ തന്നെ നമുക്ക് ഒരു ലക്ഷറിയും കൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഈ ട്രീ ഹൗസിൻ്റെ ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് കണ്ടോ, ഇത് ഫുള്ള് ഏലത്തോട്ടങ്ങളാണ്. നോക്കിയേ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു തണുപ്പ് ശരിക്കും നമുക്കങ്ങ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ താമസിക്കുന്നത് പറഞ്ഞാൽ ഒരു ഗാർഡൻ വില്ലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ. പക്ഷേ ഇനി നമുക്ക് അടുത്ത ടൈം വരുമ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ട്രീ ഹൗസ് എടുക്കണം. ഇത് നോക്കിയേ, ഇതുണ്ടോ ചുറ്റും ഇത് കണ്ടോ, എല്ലാം ഏലക്കൃഷിയാണ്. ഏലം, കുരുമുളക്, അങ്ങനെ ഒരുപാട് തരം സ്പൈസസ് ഒക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇവിടെ ഇങ്ങനെ ഫുള്ള് മഞ്ഞ് വന്ന് മൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇതുപോലെ ഇവിടെ കുറേ ഇങ്ങനെ പഴമയുടെ സെറ്റപ്പ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഓലയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയ റാന്തൽ വിളക്കൊക്കെ ഇവർ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഒരു ബാൽക്കണി ഇരിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസോർട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. റിസോർട്ടിൻ്റെ പേര് പോലെ തന്നെ സ്പൈസസ് ലാപ്പ് എന്ന് പറഞ്ഞാലേ ചുറ്റും നല്ല സ്പൈസസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. വേറൊരു ആംബിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ചരിഞ്ഞ പ്രോപ്പർട്ടിയാണ്. അതെ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ തട്ടായിട്ട് തിരിച്ചാ വെച്ചേക്കുന്ന സംഭവം ഇങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടുത്തെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. കാരണം ഒരു വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ ഒരു പ്രദേശം. കാരണം ഇത് അതെ, എല്ലാ സ്ഥലവും. കാരണം കൃഷിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ശരിക്കും നടുക്കായിട്ടാണ് ഈ ഒരു റിസോർട്ട് ഇവർ ചെയ്തെടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തറവാട് നമ്മളിപ്പോൾ താമസിക്കുന്നത് ഗാർഡൻ വ്യൂ കോട്ടേജ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹെറിറ്റേജ് വില്ലയുണ്ട്, ഹെറിറ്റേജ് പ്രീമിയം ഡീലക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ.
തറവാട് അതുപോലെ തന്നെ പൊളിച്ചിവിടെ റീകൺസ്ട്രക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് കാറ്റഗറി വരുന്നത്, ഹെറിറ്റേജ് പ്രീമിയം വില്ലയാണ് ശരിക്കും. നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് നോക്കാം. ഇതിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ പഴയ ടൈപ്പ് ഒരു കട്ടില് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഫുള്ള് പോളിഷ് ചെയ്തെല്ലാം സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ. ഇതുണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ആംബിയൻസും സൂപ്പർ കിഡു. ഇത് നമ്മുടെ ഒരു പഴയ ഒരു സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ നല്ല ലക്ഷറിയസ് ആയിട്ട് തന്നെ. ഇതാണ് നമ്മുടെ പ്രീമിയം ഹെറിറ്റേജ് വില്ലയിലെ നമ്മളെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ. ഇവിടെ കർട്ടൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത നമ്മുടെ വില്ല കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ പ്രീമിയം ഹെറിറ്റേജ് വില്ലയിലെ ബാത്റൂം. നല്ല ലക്ഷറീസ് ഇതിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ മേളിൽ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഒരു ബാൽക്കണി. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നേരെ കാണുന്നത് നമ്മുടെ തേക്കടി റൂട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മറ്റൊരു ഹെറിറ്റേജ് വില്ല. ഇതാണ് നമ്മുടെ ഷീൻചേട്ടൻ. ഷീൻചേട്ടൻ ഇവിടുത്തെ മാനേജറാണ് സ്പൈസ് ലാബിന്റെ. ഇവിടെ ഏതൊക്കെ കാറ്റഗറി ഷീൻചേട്ടൻ? നമുക്ക് ആക്ച്വലി 20 റൂമാണ് ഉള്ളത്. നമ്മുടെ റിസോർട്ടിന്റെ പേര് അറിയാലോ, സ്പൈസ് ലാബ് റിസോർട്ട്. നമ്മൾ 20 റൂമോ ഒരു 5 ഏക്കറുള്ള സ്ഥലത്ത് 20 റൂമാണ് നമുക്കുള്ളത്. അതിൽ 5 കാറ്റഗറി പറയാം, ഡിഫറെന്റ് കാറ്റഗറി ആയിട്ടുണ്ട്. നമ്മൾ താമസിച്ച ഗാർഡൻ വില്ല എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അത് നമ്മുടെ സെക്കൻഡ് കാറ്റഗറിയാണ്. സ്പേഷ്യസ് നമ്മൾ ഹെറിറ്റേജ് എന്ന് പറയുന്ന റൂമിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ ആ കാണുന്ന ബ്ലോക്കിലാണ് ഹെറിറ്റേജ് വരുന്നത്. ഒരു 8 ഹെറിറ്റേജ് റൂംസ് ഉണ്ട് നമുക്ക്. ട്രഡീഷണൽ തറവാടുകൾ പൊളിച്ചിട്ട് കൊണ്ട് റീബിൽഡ് ചെയ്ത ഒരു 8 റൂംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താമസിച്ച ഗാർഡൻ വില്ല എന്ന് പറയുന്ന കാറ്റഗറി സെക്കൻഡ് കാറ്റഗറി വരും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ട്രീ ഹൗസ് ഉണ്ട്, ജാക്കോസി വില്ല ഉണ്ട്, പിന്നെ പ്രീമിയം ഹെറിറ്റേജ് എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. അത് നമ്മുടെ ഹയർ കാറ്റഗറിയാണ്. 100 വർഷത്തിൽ മേളിൽ പഴക്കമുള്ള ബിൽഡിംഗ് ഉണ്ടെന്ന് റീകൺസ്ട്രക്ട്, അതാണ് നമ്മുടെ ഇവിടെ ഹയർ കാറ്റഗറി. പിന്നെ ജാക്കോസി വില്ല ഹെറിറ്റേജ് ഇതുണ്ട്, ജാക്കോസി വില്ല ഉണ്ട്, ട്രീ ഹൗസ് ഉണ്ട്. പിന്നെ നമ്മൾ താമസിച്ച റൂംസ് ആണ് കൂടുതലുള്ളത്, ഗാർഡൻ വില്ല. അങ്ങനെയാണ് നമ്മുടെ കാറ്റഗറൈസേഷൻ വരുന്നത്. നമുക്കിവിടെ ഇതിനകത്ത് ഇത് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഓൺലൈനായിട്ട് നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും ബുക്ക് ചെയ്യാം. ഓൺലൈൻ വഴി ചെയ്യാം, ട്രാവൽ ഏജന്റ് ത്രൂ ചെയ്യാം. നമ്മുടെ ഡയറക്റ്റ് വിളിച്ചാൽ നമ്മൾ ഡയറക്റ്റ് സ്പെഷ്യൽ റേറ്റ്സ് കൊടുക്കും. ഓക്കെ ഓക്കെ, അങ്ങനെയുണ്ട്. സ്പെഷ്യൽ ഓഫർ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും പേര് റെക്കമെൻഡേഷൻ വിളിച്ചാൽ നമ്മൾ ഡെഫിനറ്റ്ലി നല്ല റേറ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നിട്ട് ഒരു ഹോളിഡേ ശരിക്കും ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡു പ്ലേസ് ആണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.